നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറ്റൂർ നെയ്തിലക്കാവ് ഭഗവതി വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്ന് പൂരവിളംബരം നടത്തി. 4000-ലധികം സേനാംഗങ്ങളുടെ കരുതലോടെ പൂരനഗരി സുസജ്ജം. തൃശൂർ പൂര ദിവസം KSRTC 65 സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്ന് മന്ത്രി K. രാജന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം തീരുമാനിച്ചു. മെയ് 6-ന് നഗരത്തിൽ കർശന ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തും. വിശദമായ വാർത്തകളിലേക്ക്. വിശ്വവിഖ്യാതമായ തൃശൂർ പൂരത്തിന് വിളംബരം. കുറ്റൂർ നെയ്തിലക്കാവ് ഭഗവതി വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്ന് പൂരവിളംബരം നടത്തി. കാത്തുനിന്ന ഭക്തരുടെയും പൂരപ്രേമികളുടെയും നടുവിലേക്ക് എറണാകുളം ശിവകുമാർ എന്ന കൊമ്പന്റെ പുറത്തേറിയാണ് നെയ്തിലക്കാവ് ഭഗവതി തെക്കേ ഗോപുര നട തുറന്ന് എഴുന്നള്ളിയത്. പൂരത്തിന് ഇതോടെ ആചാരപരമായ തുടക്കമായി. പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളും 8 ഘടകപൂരങ്ങളും അണിനിരക്കുന്ന തൃശൂർ പൂരത്തിന്റെ പൂരവിളംബരം നടത്തുന്നത് കുറ്റൂർ നെയ്തിലക്കാവ് ഭഗവതിയാണ്. പൂരം നാൾ തലേന്ന് വടക്കുനാഥനെ വണങ്ങി തെക്കേ ഗോപുര നട തുറക്കുന്നതോടെയാണ് പൂരത്തിന് വിളംബരമാവുക. ഇനി തൃശൂരിന്റെ കണ്ണും കാതും മനസ്സും പൂരാരവങ്ങളിലേക്ക്. രാവിലെ 8 മണിയോടെയാണ് നെയ്തിലക്കാവിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. പാണികൊട്ടി എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറി വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയ ഭഗവതി നടുവിലാൽ വഴി വടക്കുനാഥ ക്ഷേത്ര മതിലകത്ത് പ്രവേശിച്ചു. തുടർന്ന് വടക്കുനാഥനെ വണങ്ങി പ്രദക്ഷിണം ചെയ്ത് തെക്കേ ഗോപുര നട തുറന്ന് പൂരവിളംബരം നടത്തി. ഈ സമയം തെക്കേ ഗോപുര നട പൂരപ്രേമികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ ആരംഭിച്ച ചമയ പ്രദർശനം കാണുവാൻ ഇപ്പോഴും നഗരത്തിൽ വൻ തിരക്കാണ്. നാളെ രാവിലെ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പോടെയാണ് പൂരത്തിന് തുടക്കമാവുക. രാവിലെ 7 മണിയോടെ തിരുവമ്പാടിയുടെ മഠത്തിലേക്കുള്ള പുറപ്പാട് ആരംഭിക്കും. 11 മണിക്കാണ് പ്രസിദ്ധമായ മഠത്തിൽ വരവ്. പഞ്ചവാദ്യത്തിന് തുടക്കം. ഉച്ചയ്ക്ക് 12-ന് പാറമേക്കാവിന്റെ പൂരം പുറപ്പാടാണ്. 2 മണിക്കാണ് ഇലിഞ്ഞിത്തറ മേളത്തിന് തുടക്കമാവുക. മേളം കലാശിക്കുന്നതോടെ ഇരുവിഭാഗവും തെക്കേ ഗോപുരം വഴി പുറത്തേക്കിറങ്ങി അഭിമുഖമായി നിൽക്കും. തുടർന്നാണ് പ്രസിദ്ധമായ കുടമാറ്റം. വടക്കുനാഥൻ എല്ലാത്തിനും സാക്ഷിയായി നിലകൊള്ളുമ്പോൾ പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാർ പ്രധാനമായും മറ്റ് 6 ദേശങ്ങളിലെ ദേവിമാരും 2 ദേശങ്ങളിലെ ദേവന്മാരും പങ്കുകൊള്ളുന്ന പൂരാഘോഷങ്ങളിലൂടെ വ്യക്തിമനസ്സിലും സമൂഹ മനസ്സിലും പവിത്രമായ സാമൂഹീകരണ പ്രക്രിയയും ദിവ്യമായ ആത്മീയോത്കർഷവും സാധ്യമാകുന്നു. 10 തട്ടകങ്ങളിൽ ദേവീദേവന്മാർക്കും അവരുടെ എഴുന്നള്ളിപ്പിനും വേണ്ടി ദേശത്തെ ജനങ്ങൾ സ്വയം സമർപ്പിക്കുന്നു. അവർ പരസ്പരം സഹകരിച്ച് പൂരാഘോഷങ്ങൾ കെങ്കേമമാക്കുമ്പോൾ ഓരോ വ്യക്തിയിലുമുള്ള സ്വാർത്ഥ ചിന്തകൾ അലിഞ്ഞില്ലാതാകുന്നു. സമൂഹ മനസ്സ് പരിപാവനമായി തീരുന്നു. ദേവീദേവന്മാരെ നിമിത്തമാക്കിക്കൊണ്ട് അതിഥി ആതിഥേയ സമാഗമങ്ങളിലൂടെ തട്ടകങ്ങൾ അഥവാ ദേശങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. ദേവീദേവന്മാരെ വണങ്ങാനും വാദ്യമേളങ്ങൾ ആസ്വദിക്കുവാനും എത്തുന്ന പുരുഷാരത്തിലെ ഓരോ വ്യക്തിയിലും അഹങ്കാരം അലിഞ്ഞില്ലാതായി സമത്വബോധത്തോടും പരസ്പര സഹായ മനോഭാവത്തോടും കൂടി സമൂഹ ജീവിതത്തിന്റെ ഏകാത്മബോധത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. എല്ലാത്തിനും സാക്ഷിയായി ഒരാൾ അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് വിനയത്തോടും ലാളിത്യത്തോടും കൂടി ജീവിതം നയിക്കണമെന്നുള്ള കാഴ്ച വികസിക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങൾക്ക് അടിസ്ഥാനമായ സനാതനധർമ്മ ചിന്തയെ പുനസ്മരിക്കുവാനും സുദൃഢമാക്കുവാനും സാഹചര്യം സൃഷ്ടിക്കുന്ന അസുലഭ വേളയാണിത്. നാലായിരത്തിലധികം സേനാംഗങ്ങളുടെ കരുതലോടെ പൂരനഗരി സുസജ്ജം. ഈ വർഷത്തെ തൃശൂർ പൂരത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തിയാണ് സുരക്ഷാ വിന്യാസം സജ്ജമാക്കിയിട്ടുള്ളത്.
35 ഡിവൈഎസ്പിമാർ, 70 ഇൻസ്പെക്ടേഴ്സ്, 330 സബ് ഇൻസ്പെക്ടർമാർ, 3400 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ, 200 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും 4000 പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് ഈ വർഷം ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തൃശൂർ പൂരം വെടിക്കെട്ട് സുരക്ഷിതമായ ദൂരപരിധി പാലിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് വീക്ഷിക്കുന്നതിന് കൂടുതൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ചെറുപൂരങ്ങൾക്ക് അവരുടെ ചടങ്ങുകൾ തടസ്സമില്ലാതെ കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുന്നതിനും പോലീസുമായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി ഓരോ ചെറുപൂരത്തിനോടൊപ്പം നിലവിലുള്ള ഡ്യൂട്ടിക്കാർ കൂടാതെ ഓരോ ലെയ്സൺ ഓഫീസറും ഉണ്ടായിരിക്കും. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കണ്ടെത്തുന്നതിനും കൂടാതെ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ സമയക്രമം ഉറപ്പുവരുത്തുന്നതിനുമായി മുൻവർഷത്തെ അപേക്ഷിച്ച് പൂരനഗരിയിലെ CCTVകളുടെ എണ്ണം 250-ൽ നിന്നും 350-ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെ വാഹനങ്ങൾ കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന 15 സ്ഥലങ്ങളിൽ നിന്ന് 41 പാർക്കിംഗ് സ്ഥലങ്ങളായി ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ 3200 വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഈ സ്ഥലങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യവും ഉണ്ടായിരിക്കും. പാർക്കിംഗ് സ്ഥലങ്ങളുടെ ലൊക്കേഷൻ പൊതുജനങ്ങൾക്ക് അറിയുന്നതിനായി QR കോഡ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലമുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനായി ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾക്ക് മാത്രമായി 9 പാർക്കിംഗ് സ്ഥലങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാഹിത ഘട്ടങ്ങളിൽ ആശുപത്രികളുമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ടൗണിലുള്ള 8 ആശുപത്രികളിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സേവനം ഉണ്ടായിരിക്കും. മദ്യപാന പരിശോധന കൂടാതെ MDMA പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഈ വർഷം പ്രത്യേക ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള നിരന്തരമായ പരിശോധനകളും ഉണ്ടായിരിക്കും. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് KSRTCയുടെ 65 സ്പെഷ്യൽ സർവീസുകൾ നടത്തും. മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. തൃശൂർ പൂര ദിവസങ്ങളിൽ പ്രത്യേകമായി KSRTCയുടെ 65 സ്പെഷ്യൽ സർവീസുകൾ നടത്തുവാൻ തീരുമാനമായി. തൃശൂർ പൂരത്തിന്റെ ഗതാഗത സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. പൂര ദിവസങ്ങളിൽ വൈകിട്ടും വെടിക്കെട്ടിന് ശേഷവും സ്വകാര്യ ബസ് സർവീസുകൾ കുറവുള്ള സ്ഥലങ്ങളിലേക്കും KSRTC സ്പെഷ്യൽ സർവീസ് നടത്തും. സ്ഥിരം KSRTC സർവീസുകൾക്ക് പുറമെ ജില്ലയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തും. ശക്തൻ സ്റ്റാൻഡിൽ നിന്നും KSRTCയുടെ സേവനം ഏർപ്പെടുത്തും. പരമാവധി സർവീസുകൾ നടത്താമെന്ന് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരും യോഗത്തെ അറിയിച്ചു. പൂര ദിവസങ്ങളിലെ ഗതാഗത നിയന്ത്രണങ്ങൾ, വാഹന പാർക്കിംഗ് ഉൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങളും യോഗം വിലയിരുത്തി. രാമനിലയത്തിൽ ചേർന്ന യോഗത്തിൽ ADMT മുരളി, സബ് കളക്ടർ അഖിൽ വി മേനോൻ, പോലീസ്, RTO, KSRTC പ്രൈവറ്റ് ബസ് ഓണേഴ്സ് പ്രതിനിധികൾ, ബന്ധപ്പെട്ട വകുപ്പുകളുടെ ജില്ലാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് 6 നഗരത്തിൽ ട്രാഫിക് നിയന്ത്രണം. തൃശൂർ പൂരം നടക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മെയ് 6 രാവിലെ 6 മുതൽ മെയ് 7 പകൽപൂരം കഴിയുന്നതുവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. സ്വരാജ് റൗണ്ടിൽ മെയ് 6 രാവിലെ 5 മുതൽ പൂരം അവസാനിക്കുന്നതുവരെ യാതൊരുവിധ വാഹനങ്ങളും പാർക്ക് ചെയ്യുവാൻ അനുവദിക്കുന്നതല്ല. സ്വകാര്യ വാഹനങ്ങൾക്ക് റൗണ്ടിന്റെ ഔട്ടർ റിംഗ് വരെ മാത്രമേ പ്രവേശിക്കാൻ അനുമതിയുള്ളൂ. നഗരത്തിനുള്ളിലെ തദ്ദേശവാസികളുടെ വാഹനങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതിനായി വാഹനത്തിന്റെ നമ്പറും തിരിച്ചറിയൽ രേഖയും കരുതേണ്ടതാണ്. പൂരം ദിവസമായ മെയ് 6 രാവിലെ 6 മുതൽ സ്വകാര്യ വാഹനങ്ങളുടെയും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെയും ഗതാഗത നിയന്ത്രണം താഴെ പറയുന്നു. ഒറ്റപ്പാലം, ഷൊർണൂർ, മെഡിക്കൽ കോളേജ്, ചേലക്കര, പഴയന്നൂർ, ചേറൂർ, വരടിയം, മുണ്ടൂർ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ പെരിങ്ങാവ്, അശ്വിനി വഴി വടക്കേ സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിച്ച് അതേ റൂട്ടിൽ തന്നെ തിരികെ സർവീസ് നടത്തേണ്ടതും കുന്നംകുളം, ഗുരുവായൂർ, കോഴിക്കോട്, ചാവക്കാട്, പാങ്ങ്, പാവറട്ടി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ പൂങ്കുന്നത്തു നിന്നും പാട്ടുരായിക്കൽ വഴി വടക്കേ സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിച്ച് വീണ്ടും തിരിച്ച് വടക്കേ സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് പാട്ടുരായിക്കൽ, പൂങ്കുന്നം വഴി പൂങ്കുന്നത്തു നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് പടിഞ്ഞാറേക്കോട്ട, അയ്യന്തോൾ വഴി സർവീസ് നടത്തേണ്ടതാണ്. അമ്മാടം, കോടന്നൂർ, ആമ്പല്ലൂർ, കല്ലൂർ, ആനക്കല്ല്, പൊന്നൂക്കര, മണ്ണുത്തി, ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, കൊടകര, നെടുപുഴ, കൂർക്കഞ്ചേരി ഭാഗത്തേക്കുള്ള ബസ്സുകൾ ബാല്യ ജംഗ്ഷൻ വഴി ശക്തൻ സ്റ്റാൻഡിലെത്തി സർവീസ് അവസാനിപ്പിച്ച് തിരികെ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് തന്നെ സർവീസ് നടത്തേണ്ടതാണ്. കാഞ്ഞാണി, അരണാട്ടുകര, അന്തിക്കാട്, മനക്കൊടി, ഒളരി എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ പടിഞ്ഞാറേക്കോട്ടയിൽ സർവീസ് അവസാനിപ്പിച്ച് വെസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ സമീപത്തുള്ള കുന്നത്ത് ടെക്സ്റ്റൈൽസ് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പോയി അവിടെ നിന്നും തിരികെ പുറപ്പെടേണ്ട സമയത്ത് വെസ്റ്റ് ഫോർട്ടിലെത്തി വീണ്ടും സർവീസ് ആരംഭിക്കേണ്ടതാണ്.
പൂരം ദിവസം നഗരത്തിന് പുറത്തുള്ള ഭാഗങ്ങളിൽ ബസ്സുകളുടെ സുഗമമായ ഗതാഗതം സാധ്യമാകുന്നതിനായി നിലവിലുള്ള ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിന് നോർത്ത് ബസ് സ്റ്റാൻഡിന് പുറമെ വെസ്റ്റ് ഫോർട്ട് ജംഗ്ഷനിൽ ഒരു താൽക്കാലിക ബസ് സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. കാഞ്ഞാണി റോഡിൽ നിന്ന് വരുന്ന ബസ്സുകൾ, സിവിൽ ലൈൻ റോഡിൽ നിന്നും അരണാട്ടുകര റോഡിൽ നിന്നും വരുന്ന ബസ്സുകൾ എന്നിവ ഗതാഗത സാഹചര്യത്തിനനുസരിച്ചുള്ള ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ താൽക്കാലിക ബസ് സ്റ്റാൻഡിൽ നിർത്തേണ്ടതാണ്. ഒല്ലൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ മുണ്ടുപാലം ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് SKT സൗത്ത് റിംഗ് വഴി തിരിച്ചുവിട്ട് പ്രസ്തുത റോഡ് വൺ വേ ആക്കുന്നതായിരിക്കും. SKT ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് പൂരം ദിവസങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് മാത്രമായിരിക്കും. അക്വാട്ടിക് കോംപ്ലക്സിന്റെ സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് പൂരം ദിവസങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. KSRTC ബസ്സുകളുടെ ഗതാഗത ക്രമീകരണങ്ങൾ: കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന KSRTC ബസ്സുകൾ കിഴക്കേ കോട്ടയിൽ തിരിഞ്ഞ് ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് വഴി KSRTC ബസ് സ്റ്റാൻഡിൽ എത്തണം. തെക്കേ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ മുണ്ടുപാലത്ത് തിരിഞ്ഞ് ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ്, കൊക്കാലെ റെയിൽവേ സ്റ്റേഷൻ റോഡ് വഴി KSRTC സ്റ്റാൻഡിലേക്ക് പോകേണ്ടതാണ്. പൂരവുമായി ബന്ധപ്പെട്ട് പാസുകളോ ടാഗുകളോ വ്യാജമായി നിർമ്മിച്ച് തട്ടിപ്പിന് ശ്രമിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ IPS അറിയിച്ചു. കഴിഞ്ഞ ദിവസം പാറമേക്കാവ് ദേവസ്വം അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്ന പാസിലേക്കുള്ള ടാഗ് കൃത്രിമമായി നിർമ്മിച്ച് തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഈസ്റ്റ് പോലീസ് കീരംകുളങ്ങര സ്വദേശിക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് കമ്മീഷണർ ഇക്കാര്യം അറിയിച്ചത്. ഇത്തരം പ്രവൃത്തി ഭാരതീയ ന്യായ സംഹിതയിലെ 336 മൂന്നാം വകുപ്പ് പ്രകാരം 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണെന്നും നിയമവുമായും പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളുമായും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും കമ്മീഷണർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ പൂരദിനത്തിലും പകൽപൂര ദിനത്തിലും 75,000 ലിറ്റർ സൗജന്യ സംഭാരം വിതരണം ചെയ്യും. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പൂരദിനത്തിലും പകൽപൂരം അവസാനിക്കുന്നതുവരെയും തൃശൂർ നഗരത്തിലെ 10 കേന്ദ്രങ്ങളിൽ 75,000 ലിറ്റർ സൗജന്യ സംഭാര വിതരണം നടത്തുന്നതാണ്. ഇതിനാവശ്യമായ മോര് മിൽമയിൽ നിന്നും ലഭ്യമാക്കുന്നതിനുള്ള നടപടി പൂർത്തീകരിച്ചു. തൃശൂർ നഗരത്തിലെ MO റോഡ്, നടുവിലാൽ, മണികണ്ഠനാൽ, ബിനി, രാമവർമ്മ പാർക്ക്, പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻവശം, ജനറൽ ആശുപത്രി
MG റോഡ്, ശക്തൻ സ്റ്റാൻഡ്, വടക്കേ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് സംഭാരം വിതരണം നടത്തുക. ശക്തമായ ചൂടിൽ ശരീരത്തിൽ നിന്നും ജലനിർജ്ജലീകരണം ഒഴിവാക്കുന്നതിന് സംഭാരപാനം ഉപയോഗപ്പെടുത്തേണ്ടതാണെന്ന് മേയർ അറിയിച്ചു. തൃശൂർ പൂര ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് 11 പുതിയ വാഹനങ്ങൾ സജ്ജമായി. തൃശൂർ കോർപ്പറേഷൻ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 മാസക്കാലമായി ഇടതടവില്ലാത്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണ്. ഇതിൽ പ്രധാനം റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, തെരുവ് വിളക്കുകളുടെ പരിപാലനം ഉറപ്പുവരുത്തുക, ശുചീകരണം പൂർണ്ണമായും നടത്തുക, കാണികൾക്ക് ദാഹശമനിക്കായി മോരും കുടിവെള്ളവും ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ഈ മേഖലയിലേക്ക് 11 പുതിയ വാഹനങ്ങൾ കോർപ്പറേഷൻ സജ്ജമാക്കിയിട്ടുണ്ട്. പൂരം ശുചീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള 11 പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കോർപ്പറേഷൻ അങ്കണത്തിൽ വെച്ച് മേയർ MK വർഗീസ് നിർവഹിച്ചു. പാണ്ടിപ്പറമ്പ് കട്ടിളപ്പൂവം റൂട്ടിൽ കച്ചിത്തോട് ഡാമിന് സമീപം കാറിടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. KSEB അധികൃതർ എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മാരകരോഗം പിടിപെട്ട പുത്തൂർ സ്വദേശി ചികിത്സാ സഹായം തേടുന്നു. പുത്തൂർ ചെറുവത്തേരി വീട്ടിൽ ഷാജു CR ആണ് സഹായം തേടുന്നത്. മോട്ടോർ ന്യൂറോ ഡിസീസ് എന്ന മാരകമായ രോഗത്തിന്റെ പിടിയിലാണ് ഷാജു. ശരീരത്തിലെ പേശികളെ ബലഹീനമാക്കുകയും നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതുമായ മാരകമായ ഈ രോഗം മൂലം ഷാജുവിനിപ്പോൾ സംസാരിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ പറ്റാത്ത അവസ്ഥയിലാണ്. പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളും ഭാര്യയും അടങ്ങുന്നതാണ് ഷാജുവിന്റെ കുടുംബം. ഷാജുവിന്റെ അസുഖം മൂലം ഭാര്യയ്ക്കും ജോലിക്ക് പോകുവാൻ പറ്റാത്ത അവസ്ഥയാണ്. ഷാജുവിനെ ചികിത്സയ്ക്കായി സ്വന്തം കിടപ്പാടം പോലും വിൽക്കേണ്ടി വന്നു. ഇനിയും തുടർ ചികിത്സയ്ക്ക് ഭീമമായ തുകയാണ് ചിലവ് വരുന്നത്. ഷാജുവിനെയും കുടുംബത്തെയും സഹായിക്കുവാൻ കഴിയുന്നവർ കേരള ഗ്രാമീൺ ബാങ്കിന്റെ തൃശൂർ ശാഖയിലെ അക്കൗണ്ട് നമ്പർ 403101017061, IFSC കോഡ് KLGB 00402723 എന്നതിലോ 9446228809 എന്ന ഗൂഗിൾ പേ നമ്പറിലോ സഹായങ്ങൾ നൽകാവുന്നതാണ്. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. ഉച്ചത്തിൽ പാട്ടുവെച്ചതിനുള്ള വിരോധത്തിൽ യുവാവിനെ കത്തികൊണ്ട് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതി മുറി രതീഷ് റിമാൻഡിൽ. മെയ് 2-ാം തീയതി ഉച്ചയ്ക്ക് 2:45 വീട്ടിൽ ഉച്ചത്തിൽ പാട്ടുവെച്ചതിലുള്ള വിരോധത്തിൽ പോട്ട ഉറുമ്പുംകുന്ന് ചാലച്ചൻ വീട്ടിൽ വിനു എന്നയാളുടെ അമ്മാവന്റെ കല്ലേറ്റുങ്കര മാനാട്ടുംകുന്നുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അമ്മാവന്റെ വീട്ടിൽ സംസാരിച്ചിരുന്ന വിനുവിനെ കത്തിവീശി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കാര്യത്തിന് ആളൂർ മാനാട്ടുംകുന്ന് പെരിപ്പറമ്പിൽ വീട്ടിൽ മുറി രതീഷ് എന്ന് വിളിക്കുന്ന രതീഷ് എന്നയാളെ ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഫ്സൽ M അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ രതീഷിനെ റിമാൻഡ് ചെയ്തു. മുറി രതീഷ് ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയാണ്. രതീഷിനെ കൊടകര പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസുകളും 1 കവർച്ച കേസും, ആളൂർ പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസുകളും 3 അടിപിടി കേസുകളും അടക്കം 8ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. രതീഷിനെതിരെ 2024 തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഉത്തരവ് ലംഘിച്ച് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിച്ചതിനെ റിമാൻഡ് ചെയ്തിരുന്നതുമാണ്. ആളൂർ സബ് ഇൻസ്പെക്ടർ അഫ്സലിനെ കൂടാതെ സബ് ഇൻസ്പെക്ടർമാരായ സുമേഷ്, സുരേന്ദ്രൻ, സ്റ്റീഫൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത്, ഹരികൃഷ്ണൻ, അനീഷ്, അനൂപ്, നിഖിൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഉത്സവത്തിനിടെയുണ്ടായ തർക്കത്തിൽ യുവാക്കളെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതി റിമാൻഡിലേക്ക്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചെറുവാൾ വലിയകുന്ന് വനശാസ്ത്ര ഉത്സവത്തോടനുബന്ധിച്ച് ചെറുവാൾ ഗ്രൗണ്ടിൽ വെച്ച് നെന്മണിക്കര വില്ലേജിൽ ചെറുവാൾ ദേശത്ത് മുഴുത്തൊണ്ടിപ്പറമ്പിൽ വീട്ടിൽ അമൽ എന്നയാളുടെ സുഹൃത്തുക്കളും ചെറുവാൾ ദേശത്ത് അയ്യൻചിറ വീട്ടിൽ ശശിധരൻ എന്നയാളും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും
അമൽ ഇവരെ പിടിച്ചുമാറ്റുവാൻ ചെന്നതിലുള്ള വിരോധത്താൽ മെയ് 3-ാം തീയതി 2 മണിയോടെ ചെറുവാൾ ഗ്രൗണ്ടിൽ വെച്ച് അരയിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് അമലിനെയും സുഹൃത്ത് സുജിത് എന്നയാളെയും കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കാര്യത്തിനെ ശശിധരനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ് എൻ, ലാലു സുധീഷ്, ASI ജോബി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നവീൻ കുമാർ, അജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. KTDCയിൽ അസിസ്റ്റന്റ് മാനേജരായി ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. ശാന്തിപുരം പള്ളിനട സ്വദേശിയായ നിഹാൻ എന്നയാൾക്ക് KTDCയിൽ അസിസ്റ്റന്റ് മാനേജരായി ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 19 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ ഷാനി എന്ന് വിളിക്കുന്ന ഷാനീർ എന്നയാളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ജോലി വാഗ്ദാനം നൽകി വാങ്ങിയ തുക തിരികെ കൊടുക്കാതിരിക്കാനായി ചിലരുമായി ഗൂഢാലോചന നടത്തിയ ശേഷം നിഹാനെ ലഹരിമരുന്ന് കേസിൽ പെടുത്തി നിഹാൻ സ്വഭാവ ദൂഷ്യമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി മാർച്ച് 27-ാം തീയതി KTDCയിൽ ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും പ്രതി റെയിൽവേ പോലീസിനോടും മറ്റു ചിലരോടും ഫോണിൽ നിഹാന്റെ ബാഗിൽ മയക്കുമരുന്നുണ്ട് എന്ന് രഹസ്യവിവരം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നിഹാനെയും കൂടെയുണ്ടായിരുന്ന പിതാവിനെയും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് പരിശോധിക്കുകയും ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ലാത്തതുമാണ്. വീണ്ടും നിഹാനോട് ഏപ്രിൽ 5-ാം തീയതി കുമരകത്ത് പോസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് പ്രതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിഹാലും പിതാവും വീട്ടിൽ നിന്നിറങ്ങി മതിലകം 5-ാം പരത്തിയിൽ എത്തിയ സമയം എക്സൈസ് സംഘം കാറ് തടഞ്ഞു നിർത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളതുമാണ്. നിഹാനെ KTDCയിൽ അസിസ്റ്റന്റ് മാനേജരായി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഈ കേസിലെ പ്രതി 4 ഘട്ടങ്ങളിലായി 19 ലക്ഷം രൂപ നിഹാന്റെ പിതാവിൽ നിന്നും കൈപ്പറ്റുകയും കൊടുക്കാതിരിക്കുന്നതിനായി ചിലരുമായി ഗൂഢാലോചന നടത്തിയ ശേഷം നിഹാനെ ലഹരിമരുന്ന് കേസിൽപ്പെടുത്തി സ്വഭാവ ദൂഷ്യമുണ്ടെന്ന് വരുത്തി തീർക്കുകയുമായിരുന്നു പ്രതിയുടെ ഉദ്ദേശം. നിഹാന്റെ പിതാവായ മുഹമ്മദ് ഇബ്രാഹിം, കറുകപ്പാടത്ത് വീട്, പള്ളിനട ദേശം, പനങ്ങാട് വില്ലേജ് എന്നയാളുടെ പരാതിയെ തുടർന്നാണ് മതിലകം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. മതിലകം ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തോമസ് തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ബിവറേജ് ഷോപ്പ് ജീവനക്കാരനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച 2 പ്രതികൾ റിമാൻഡിലേക്ക്. ഇരിഞ്ഞാലക്കുട കാട്ടൂർ റോഡിലുള്ള ബിവറേജ് ഷോപ്പിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന കാട്ടൂർ ലേബർ സെന്റർ ദേശത്ത് ഒറ്റാലി വീട്ടിൽ സതീശൻ എന്നയാൾ ഷോപ്പിന്റെ കൗണ്ടർ ക്ലോസ് ചെയ്ത് ഷട്ടർ താഴ്ത്തിയിടുന്ന സമയം ഷോപ്പിലേക്ക് കയറി വന്ന കാറളം കല്ലന്തറ താണിശ്ശേരിയിൽ താമസിക്കുന്ന ഇരിഞ്ഞാലക്കുട പുറത്തുശ്ശേരി കണ്ണമ്പുള്ളി വീട്ടിൽ ഓലപ്പിപ്പി സജീവൻ എന്ന് വിളിക്കുന്ന സജീവൻ, പോട്ട പടിഞ്ഞാറിത്തല വീട്ടിൽ ഫ്രിജോ എന്നിവരോട് ഷോപ്പിൽ നിന്നും പുറത്തേക്ക് പോകുവാൻ പറഞ്ഞതിലുള്ള വിരോധത്താൽ സജീവൻ, ഫ്രിജോ എന്നിവർ മെയ് 3-ാം തീയതി രാവിലെ 10 മണിക്ക് ബിവറേജ് ഷോപ്പിലേക്ക് ജോലിക്ക് വന്ന സതീശനെ തടഞ്ഞു നിർത്തി വെട്ടുകത്തിക്കൊണ്ട് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കാര്യത്തിന് സജീവൻ, ഫ്രിജോ എന്നിവരെ ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർമാരായ ദിനേശ് കുമാർ, മുഹമ്മദ് റാഷി, പ്രൊബേഷൻ SI സുബീൻ, ASI ഉമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദിനുലാൽ, സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണദാസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറ്റൂർ നെയ്തിലക്കാവ് ഭഗവതി വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്ന് പൂരവിളംബരം നടത്തി. 4000-ലധികം സേനാംഗങ്ങളുടെ കരുതലോടെ പൂരനഗരി സുസജ്ജം. തൃശൂർ പൂര ദിവസം KSRTC 65 സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്ന് മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം തീരുമാനിച്ചു. മെയ് 6-ന് നഗരത്തിൽ കർശന ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.